ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് പരീക്ഷയിലെ 10ാം ക്ലാസ് ബയോളജി ആൻസർ കീയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. 1. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമായ ന്യൂക്ലിയോടൈഡിൽ ഉൾപ്പെടാത്തത് ഏത്? എ. റൈബോസ് പഞ്ചസാര, ബി. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, സി. ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഡി. നൈട്രജൻ ബേസ്. 2. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ചുവടെ നൽകിയവയിൽ നിന്നും ശരിയായത് കണ്ടെത്തിയെഴുതുക. എസ്. എ. പ്രസ്താവന: പ്രസവശേഷം മുലപ്പാൽ സ്രവിക്കാൻ പ്രൊലാക്റ്റിൻ സഹായിക്കുന്നു. ആർ. കാരണം: പ്രസവശേഷം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എ, ആർ എന്നിവ ശരി. എയുടെ വിശദീകരണമാണ് ആർ. ബി, ആർ എന്നിവ ശരി, എന്നാൽ എയുടെ വിശദീകരണമല്ല ആർ. സി, എ ശരി, ആർ തെറ്റ്. ഡി, എ തെറ്റ്, ആർ ശരി. 3. ഓക്സിന്റെ ധർമ്മം ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏത്? എ. ഇല പൊഴിക്കലിനെ ഉത്തേജിപ്പിക്കുന്നു. ബി. കാണ്ഡങ്ങളിൽ കോശദീർഘീകരണത്തെ ഉത്തേജിപ്പിക്കുന്നു. സി. വിത്തിന്റെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. ഡി. ഫലങ്ങൾ പഴുക്കുന്നതിനെ ഉത്തേജിപ്പിക്കുന്നു. പോഷകദൗർലഭ്യം മൂലമുണ്ടാകുന്നതും എന്നാൽ പ്രതിരോധിക്കാവുന്നതുമായ ഒരു നേത്രരോഗം തിരിച്ചറിയാൻ ടീച്ചർ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. അവർ ഏത് തിരഞ്ഞെടുക്കും? എ. ഗ്ലോക്കോമ, ബി. തിമിരം, സി. സിരോഫ്താൽമിയ, ഡി. ഹ്രസ്വദൃഷ്ടി. 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. 2 സ്കോർ വീതം. 5. ഒരു രോഗിക്ക് വളരെയധികം ദാഹം, വിശപ്പ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, മിക്കപ്പോഴും ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നു. എ. ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട ഹോർമോണും ഉൽപ്പാദക ഗ്രന്ഥിയും തിരിച്ചറിയുക. ബി. രോഗി ഈ അവസ്ഥയെ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? 6. കൂടുതൽ ഫലപ്രദമായ രോഗചികിത്സയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രം, പരിണാമം, ജനിതകശാസ്ത്രം തുടങ്ങിയ ജീവശാസ്ത്ര ആശയങ്ങളെ ഉപയോഗിക്കുന്നു. ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ഉദാഹരണങ്ങൾ എഴുതുക. 7. കടൽത്തീരത്ത് നിൽക്കുകയായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ശക്തമായ തിരമാലകളിൽപ്പെട്ടതായി തീരത്തുനിന്ന് ഒരാൾ കണ്ടു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ കുട്ടിയെ രക്ഷിക്കാൻ അയാൾ വെള്ളത്തിലേക്ക് ചാടി. എ. ഈ അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തനസജ്ജമായ ഹോർമോൺ ഏത്? ബി. വേഗത്തിൽ പ്രവർത്തിക്കാനും സാഹചര്യത്തെ ഫലപ്രദമായി നേരിടാനും ഈ ഹോർമോൺ എപ്രകാരം സഹായകമായി? 8. ഒരു വ്യക്തിയുടെ കാലിന്റെ സംവേദനക്ഷമതയും ചലനശേഷിയും പിറകിന് തുടർന്ന് നഷ്ടപ്പെട്ടു. ഒരു സമ്മിശ്ര നാഡിക്ക് കേടുപാട് വന്നതാണ് ഇതിന് കാരണമെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞു. ഒരൊറ്റ സമ്മിശ്ര നാഡിക്ക് സംഭവിച്ച കേടുപാടുകൾ സംവേദനക്ഷമതയും ചലനശേഷിയും നഷ്ടപ്പെടാൻ കാരണമായതെന്തുകൊണ്ട്? 9. എ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്കുത്തരമെഴുതുക. എ, ബി എന്നിവ തിരിച്ചറിഞ്ഞെഴുതുക. ബി സൂചിപ്പിക്കുന്ന ഗ്രന്ഥി സി എന്ന ഭാഗത്തെ സ്വാധീനിക്കുന്നതെങ്ങനെ? 9ബി. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രകാശ സംവേദനക്ഷമതയുള്ള ഒരു വർണ്ണകമാണ് ഫൈറ്റോക്രോം. ഈ വർണ്ണകം നിർമ്മിക്കപ്പെടുന്നത് എവിടെ? സസ്യങ്ങളിൽ ഈ വർണ്ണകത്തിന്റെ പ്രാധാന്യം എന്താണ്? 10. അന്തസ്രാവി ഗ്രന്ഥികളുടെ തകരാറുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി നിങ്ങളുടെ ഹോർമോണുകളെ അറിയുക എന്നൊരു പ്രദർശനം നിങ്ങളുടെ ക്ലാസ് ഏറ്റെടുക്കുന്നു. ഇത്തരം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ അനുകമ്പയും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്താൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുക. ബി. ഹോർമോൺ അസന്തുലിതാവസ്ഥയുള്ള ആളുകളോട് അനുകമ്പയും അവബോധവും രൂപപ്പെടുത്താൻ ഏതെങ്കിലും 2 അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുക. 11 എ. തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്കുത്തരമെഴുതുക. തുടർച്ചയായ ചുമ, നെഞ്ചുവേദന, ശരീരഭാരം കുറവൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. എ. രോഗം, രോഗകാരി തിരിച്ചറിഞ്ഞെഴുതുക. ബി. ഈ രോഗത്തിന്റെ പ്രതിരോധം, ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുക. 11ബി. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്കുത്തരമെഴുതുക. എ. ചിത്രീകരണം ഏതു പ്രക്രിയയെ സൂചിപ്പിക്കുന്നു? ബി. എ, ബി എന്നീ ഭാഗങ്ങൾക്ക് ഈ പ്രക്രിയയിലുള്ള പങ്കെന്ത്? 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്കുത്തരമെഴുതുക. എ.
എ, ബി, സി എന്നടയാളപ്പെടുത്തിയിരിക്കുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങളുടെ തകരാറ് മൂലമാണ് ഒരാളുടെ ശരീരതുലനാവസ്ഥ നഷ്ടപ്പെടുന്നത്? ബി. ശരീരതുലനാവസ്ഥ പാലിക്കുന്നതിൽ ഈ ഭാഗങ്ങളുടെ പങ്കെന്ത്? 12 ബി. ആന്തരകർണത്തിലെ ദ്രവചലനങ്ങളാണ് ശബ്ദം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നത്. എ. ആന്തരകർണത്തിലെ ദ്രവങ്ങൾ ഏതെല്ലാം? ബ. ഈ ദ്രവങ്ങളുടെ ചലനം ശബ്ദം തിരിച്ചറിയുന്നതിനുള്ള ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുക. 13. ഒരു ശാസ്ത്രജ്ഞൻ കോശത്തിലെ 2 വ്യത്യസ്ത പ്രക്രിയകൾ നിരീക്ഷിക്കുന്നു. ഒന്നാമത്തെ പ്രക്രിയയിൽ എൻസൈമുകൾ ഡിഎൻഎയിൽ നിന്ന് ഒരു സന്ദേശ തന്മാത്രയെ രൂപപ്പെടുത്തുന്നു. രണ്ടാമത്തെ പ്രക്രിയയിൽ ഈ സന്ദേശ തന്മാത്ര റൈബോസോമിലെത്തുകയും ഒരു ഉൽപ്പന്നമുണ്ടാവുകയും ചെയ്യുന്നു. എ. പ്രക്രിയകളുടെ പേരെഴുതുക. ബ. രണ്ടാമത്തെ പ്രക്രിയയിൽ രൂപപ്പെടുന്ന സന്ദേശ തന്മാത്രയുടെ പ്രാധാന്യമെന്ത്? ക. രണ്ടാമത്തെ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുക. 14. മനുഷ്യരിലെ ഗന്ധം തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എ. ഗന്ധത്തിന്റെ ആവേഗങ്ങളെ തലച്ചോറിലേക്ക് വഹിക്കുന്ന നാഡി ഏത്? ബ. ഗന്ധം തിരിച്ചറിയുന്നതിൽ ക്രിഷ്ടസ്തരത്തിന്റെ പങ്കെന്ത്? ക. ഗന്ധഗ്രാഹികൾ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് എങ്ങനെ? 15 ബി. രുചിമുകുളങ്ങളുടെ ഘടന, ധർമ്മം എന്നിവയും രാസഗ്രാഹികളും അടിസ്ഥാനപ്പെടുത്തി തന്നിരിക്കുന്ന പ്രസ്താവനയ്ക്ക് ശാസ്ത്രീയ വിശദീകരണം എഴുതുക. ഉമിനീരാണ് രുചിയുടെ മാധ്യമം. സൂചനകൾ: ഉമിനീർ, രാസഗ്രാഹികൾ, ആവേഗങ്ങൾ, രുചി. 15. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ചിത്രം പകർത്തി വരയ്ക്കുക. ബ. എ, ബി എന്നീ ഭാഗങ്ങൾ തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് പേരെഴുതി അടയാളപ്പെടുത്തുക. എ. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗം. ബി. ലെൻസിന്റെ ആകൃതി വ്യത്യാസപ്പെടുത്തുന്ന പേശി. ക. എയിലെ പേശികൾക്ക് തകരാർ സംഭവിച്ചാൽ തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്ത് സംഭവിക്കും? 16. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. ബ. ഈ ഗ്രന്ഥിയിലെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന 2 തരം കോശങ്ങളുടെ പേരെഴുതുക. ക. ശരീര താപനില, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണിന്റെ മറ്റ് 2 പ്രവർത്തനങ്ങൾ എഴുതുക. 17. ചിത്രത്തിൽ തന്നിരിക്കുന്ന 4 തരം വെളുത്ത രക്തകോശങ്ങളെ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക. 18. രാത്രിയിൽ ഒരാൾ പുസ്തകം വായിച്ചിരിക്കെ പെട്ടെന്ന് വൈദ്യുതിക്ക് തടസ്സം നേരിട്ടു. കുറച്ചു നിമിഷത്തേക്ക് അയാൾക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇരുട്ടിൽ പ്രകാശഗ്രാഹികളിലെ ഗ്ലൂട്ടാമേറ്റിന്റെ ഉൽപ്പാദനത്തിന് എന്ത് സംഭവിക്കുന്നു? ബ. ഓൺ ബൈപോളാർ കോശങ്ങളിലും ഓഫ് ബൈപോളാർ കോശങ്ങളിലും തുടർന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇരുട്ടിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എങ്ങനെ എന്നെഴുതുക. ക. ആവേഗ പ്രസരണത്തിൽ ഗാംഗ്ലിയോൺ കോശങ്ങളുടെ പങ്കെന്ത്? 18 ബി. സ്കൂളിലെ ഒരു ചടങ്ങിനിടെ ഒരു കുട്ടി വേദിയിലുള്ള വർണ്ണാഭമായ ലൈറ്റുകളെ നിരീക്ഷിക്കുന്നു. ഓരോ നിറവും വെവ്വേറെ തിരിച്ചറിയാൻ കുട്ടിക്ക് എളുപ്പത്തിൽ കഴിയുന്നുണ്ട്. വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയാൻ കുട്ടിയെ സഹായിച്ച റെറ്റിനയിലെ കോശങ്ങളേതെല്ലാം? അവയിലടങ്ങിയിരിക്കുന്ന വർണ്ണകമേത്? ബ. ഈ കോശങ്ങളുടെ വ്യത്യസ്ത തരങ്ങൾ പല നിറങ്ങളെ തിരിച്ചറിയാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുക.